വടക്കൻ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലിന്റെ വ്യാപക വ്യോമാക്രമണം. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിലെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അതിനിടെ ഗസയിലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് നേതാക്കൾ കെയ്റോയിലെത്തിയിട്ടുണ്ട്. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളുമെന്ന ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രസ്താവന ആപൽക്കരമെന്ന് കുവൈറ്റിൽ സമാപിച്ച GCC ഉച്ചകോടി വ്യക്തമാക്കി. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമാക്കുകയാണോ ഗസയിൽ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നിയന്ത്രണം ഈ ആക്രമണത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അന്തർദേശീയ സമൂഹത്തിന്റെ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട് എങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഇസ്രായേലിന്റെ ഈ ആക്രമണ പരമ്പരകളിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് വടക്കൻ ഗസയിലൊക്കെ നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 50 ദിവസത്തിലധികമായി ഉപരോധവും ആക്രമണവും ഒരേ സമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും എത്തിക്കാനുള്ള ഒരു നീക്കവും കാര്യമായിട്ട് ഇനിയും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇന്നിപ്പം ഷാലോം അതിർത്തിയിലൂടെ വരുന്ന ട്രക്കുകൾ വീണ്ടും കൊള്ളയടിക്കാനുള്ള ഒരു അവസരം കൂടി ഇസ്രായേൽ സൈന്യം ഒരുക്കി കൊടുക്കുകയാണ്. അതായത് ഒരു നിലക്കും ഈ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഇസ്രായേൽ അഭിലഷിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് യുനർവ ഏജൻസിക്ക് വിലക്കേർപ്പെടുത്തി. അതോടൊപ്പം തന്നെ വേൾഡ് സെൻട്രൽ കിച്ചൺ സംവിധാനത്തിലെ 3 പേരെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സഹായ വസ്തുക്കൾ ഒരു നിലക്കും വടക്കൻ ഗസയിലേക്കോ ഗസയിലെ മറ്റു ഭാഗങ്ങളിലേക്കോ എത്തുന്നത് തടയുക എന്ന കൃത്യമായിട്ടുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഏറെക്കുറെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പട്ടിണി വലിയ തോതിൽ പിടിമുറുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കമാൽ അദ്വാൻ ഉൾപ്പെടെയുള്ള അൽ റൗദ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ നേരെയും വീണ്ടും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ജനതയെ പൂർണ്ണമായിട്ടും പട്ടിണിക്കിടുക അല്ലെങ്കിൽ പുറന്തള്ളുക എന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം പുരോഗമിക്കുന്നത്. ദിവ്യ, അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളുടെ കാര്യം കൂടി പരിശോധിക്കേണ്ടത്. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് നേതാക്കളൊക്കെ കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതുണ്ട്? ഇതിൽ നെതന്യാഹു സർക്കാരിന്റെ നിലപാട് തന്നെയായിരിക്കും ഇതിൽ പ്രധാനം. കാരണം ബന്ദികളെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടാൻ ഒരു കരാർ ഹമാസുമായിട്ട് രൂപപ്പെടുത്തണമെന്ന വലിയ തോതിലുള്ള ഒരു ആവശ്യം ഇസ്രായേലിലുടനീളം ഉയരുന്നുണ്ട്. ഇന്ന് ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ 71% പേരും ഹമാസുമായി ഒരു കരാറുണ്ടാക്കി ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു നിലപാടാണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷെ നെതന്യാഹുവിന്റെ ഒരു തീരുമാനം എന്ത് എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഈജിപ്ത് ഡെലിഗേഷൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പരിഹാര ഫോർമുലയോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആക്രമണം അവസാനിപ്പിക്കുമെന്നൊരു സൂചന പോലും നെതന്യാഹു നൽകിയിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഹമാസ് നേതൃത്വം വീണ്ടും കെയ്റോയിലെത്തുകയും പ്രാരംഭമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഹമാസ് നേരത്തെയുള്ള ആ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആക്രമണം ആദ്യം അവസാനിപ്പിക്കുക, സൈന്യം പിൻവാങ്ങുക, സ്വാഭാവികമായിട്ടും തങ്ങൾ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയും വന്നു നിൽക്കുന്നത് നെതന്യാഹു എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. കാരണം ലബനാനിൽ വെടിനിർത്തൽ ഏറെക്കുറെ വിജയകരമായി പൂർത്തീകരിച്ച ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഗസയിൽ കൂടി വെടിനിർത്തൽ നടപ്പാക്കി അധികാരമൊഴിയുക എന്ന ഒരു ബൈഡന്റെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിലേക്ക് ഇസ്രായേൽ നേതൃത്വം നെതന്യാഹു എത്ര കണ്ട് തയ്യാറാകുമെന്ന ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത്. അതിനിടെയാണ് നസ്രി, ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളുമെന്ന ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രസ്താവനയൊക്കെ വരുന്നത്. അപ്പോൾ ആ പ്രസ്താവനയൊക്കെ ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് വിലങ്ങുതടിയാകുന്ന ഒരു സ്ഥിതി കൂടിയില്ലേ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം സ്മോട്രിക്ക് അതോടൊപ്പം തന്നെ ബെൻഗവിർ ഈ 2 മന്ത്രിമാർ നിരന്തരമായിട്ട് വ്യക്തമാക്കുന്ന കാര്യം വടക്കൻ ഗസ മാത്രമല്ല ഗസയിൽ പൂർണ്ണമായിട്ടും ഈ പലസ്തീനികളെ മറ്റേതെങ്കിലും ദേശത്തേക്ക് പുറന്തള്ളുകയല്ലാതെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാകില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള നീക്കങ്ങളാണ് വേണ്ടത്. ഒരു നിലക്കും ഒരു വെടിനിർത്തൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകേണ്ടതില്ല. കാരണം ഹമാസിനെ വലിയ തോതിൽ തന്നെ സൈനികമായിട്ട് തകർക്കാൻ ഈ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് അവിടേക്ക് ജൂത കുടിയേറ്റക്കാരെ ഗസയിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള ഫലസ്തീനികളെ പൂർണ്ണമായിട്ടും ആ പ്രദേശത്ത് നിന്ന് പിന്തള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ഏറ്റവും ശക്തമായിട്ട് തുടരേണ്ടത് എന്ന ഒരു അഭിപ്രായമാണ് സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവറും മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് കുവൈത്തിൽ ചേർന്ന GCC ഉച്ചകോടി യോഗവുമായി ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ചത് ഈ 2 മന്ത്രിമാരുടെ പ്രസ്താവനകളാണ്. കാരണം ഗസയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ പുറന്തള്ളുന്ന ഒരു നടപടി ഉണ്ടായാൽ അത് മേഖലയിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങും. അത്തരം നീക്കങ്ങളെ തടയേണ്ട ഉത്തരവാദിത്തം അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾക്കുണ്ട്, അന്തർദേശീയ സമൂഹത്തിനുണ്ട്. അവർ ആ ചുമതല നിറവേറ്റണമെന്നാണ് ഈ ഉച്ചകോടി അവസാനമായിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ദിവ്യ.
എം സി നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ ആക്രമണം ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകൾക്കും അതുപോലെ തന്നെ വീടുകൾക്കും നേരെ അടക്കമാണ് ഇസ്രായേൽ അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.